Activity 4. The fireman helped Dilna's mother wake up. Dilna wished to thank them. She made a call to the fire station. Enact the conversation between Dilna and the lady officer in the class. Then write the conversation between Dilna and the officer. Fireman ദിൽനയെ സഹായിച്ചു അല്ലെ, അമ്മയ്ക്ക് വയ്യാതായ സമയത്ത് അവരോട് നന്ദി പറയാനായിട്ട് അവൾ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ആരാണ് എടുത്തത്? ലേഡി ഓഫീസർ ആയിരുന്നു. ലേഡി ഓഫീസറും ദിൽനയും അപ്പൊ നടന്ന കോൺവെർസേഷൻ ആണ് കേട്ടോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദിൽന പറയുന്നത് എന്താ നോക്കൂ. ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെരുവപ്പാടി എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ് അടുത്ത ലേഡി ഓഫീസർ പറയുന്നത്? ഓ ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന എന്ന് ചോദിക്കുന്നു അല്ലെ. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ദിൽന എന്ന് ചോദിക്കുമ്പോൾ എന്താവും ദിൽന പറയാ? ഐ ആം ഫൈൻ എന്നാണ് അല്ലെ. ഐ ആം ഫൈൻ, താങ്ക് യു. പിന്നെ എന്തിനാ അപ്പൊ ദിൽന കോൾ ചെയ്തത്? എന്തിനാണ്? താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത് പറയാ കേട്ടോ. ഐ വാണ്ടഡ് ടു താങ്ക് ദ ഫയർമാൻ ഹു സേവ്ഡ് മൈ മദർ. അപ്പൊ ലേഡി ഓഫീസർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ ദിൽന, ഐ വിൽ ലെറ്റ് ദം നോ, ഞാൻ അവരെ അറിയിക്കാം എന്ന് പറയൂ അല്ലെ. ഹൗ ഈസ് യുവർ മോം നൗ, ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ദിൽന എന്താവും റിപ്ലൈ ചെയ്യാ? മോം ഈസ് ഫൈൻ നൗ. അപ്പൊ ലേഡി ഓഫീസർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കൺവേ മൈ റിഗാർഡ്സ് ടു ഹർ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ആശംസകൾ അമ്മേനെ അറിയിക്കൂ എന്ന് പറയാണ് അല്ലെ. അപ്പൊ എന്താ ദിൽന പറയാ? ഷുവർ വി വിൽ ഓൾവേസ് റിമെമ്പർ യു, താങ്ക് യു അഗെയിൻ ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളെ എപ്പോഴും ഞങ്ങൾ ഓർക്കും, സഹായിച്ചതിന് വീണ്ടും നന്ദി എന്ന് പറയാ അല്ലെ. ലേഡി ഓഫീസർ എന്താ പറയാ? ഇറ്റ്സ് അവർ ഡ്യൂട്ടി, യു ആർ വെൽക്കം ദിൽന, ടേക്ക് കെയർ എന്ന് പറഞ്ഞു നിർത്തുക കേട്ടോ. Activity 5. Here are some pictures which show some emergency situations. Identify the situations. അതായത് ഇവിടെ താഴെ കണ്ട കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടില്ലേ? ഇതൊക്കെ എന്താണ്? ചില എമർജൻസി സിറ്റുവേഷൻസിന്റെ ചിത്രങ്ങളാണ് അല്ലെ കൊടുത്തിരിക്കുന്നത്. ചില അത്യാഹിത സന്ദർഭങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ്. ഓരോ സന്ദർഭങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഒരു പൊട്ടിത്തെറിയാണ് അല്ലെ. നമുക്ക് എന്ത് പറയാം? ബ്ലാസ്റ്റ്. അവിടെ ഒരു കാറും ബൈക്കും കൂടി ആക്സിഡന്റ് ആയിരിക്കുകയാണ്. അപ്പൊ എന്താണ്? റോഡ് ആക്സിഡന്റ് ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? അവിടെ കണ്ടോ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു കിച്ചൺ ആണ്. കിച്ചണിൽ ഒരു ബ്ലാസ്റ്റ് നടന്നിരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും? ഗ്യാസ് എക്സ്പ്ലോഷൻ ആണ് കേട്ടോ. ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണ്. നെക്സ്റ്റ് എന്താണ്? ഒരു കുട്ടി വെള്ളത്തില് മുങ്ങിത്താഴുന്നതാണ് അല്ലെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഗേൾ ഡ്രൗണിങ്. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, റൈറ്റ് ദം ബിലോ. നമ്മള് ജീവിതത്തില് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ചില അത്യാഹിത സന്ദർഭങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഹൗസ് ഫയേഴ്സ് എഴുതാം. ഹൗസ് ഫയേഴ്സ് പറഞ്ഞാല് വീടിന് തീ പിടിക്കുക കേട്ടോ. അത് എന്തുകൊണ്ടൊക്കെ ആവാം? ഇലക്ട്രിക്കൽ ഫോൾസും കൊണ്ടാവാം, കുക്കിംഗ് ആക്സിഡൻസ്, ഗ്യാസ് ലീക്സ് കൊണ്ടൊക്കെ ഉള്ള ഹൗസ് ഫയേഴ്സ് കേട്ടോ. പിന്നെ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എഴുതാം കേട്ടോ. പ്രകൃതി ദുരന്തം, അതായത് എർത്ത് ക്വേക്സ് ആവാം, ഫ്ലഡ്സ് ആവാം, സ്റ്റോംസ് ആവാം, ലാൻഡ് സ്ലൈഡ്സ് ആവാം. എർത്ത് ക്വേക്സ് എന്ന് പറഞ്ഞാൽ ഭൂമികുലുക്കം, ഫ്ലഡ്സ് എന്ന് പറഞ്ഞാല് വെള്ളപ്പൊക്കം, സ്റ്റോംസ് എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റ്, ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാല് ഉരുൾപൊട്ടൽ കേട്ടോ. അതൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ആണ് അല്ലെ. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം? സ്നേക്ക് ഓർ അനിമൽ ബൈറ്റ്സ് പറയാം കേട്ടോ. പാമ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിമൽസ് കടിക്കുന്നത്. സ്ട്രേ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ തെരുവ് പട്ടി കേട്ടോ. ദെൻ സ്നേക്സ് ഓർ ഇൻസെക്ട്സ്. ദെൻ ഇലക്ട്രിക് ഷോക്സ്, അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. തെഫ്റ്റ്, റോബറി, അതായത് ഒന്നല്ലെങ്കിൽ അറ്റ് ഹോം ഓർ ഇൻ പബ്ലിക് പ്ലേസസ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാല് കളവ്, റോബറി എന്ന് പറഞ്ഞാല് കൊള്ളയടിക്കുക. അതൊന്നില്ലെങ്കിൽ അറ്റ് ഹോം വീട്ടിലാവാം, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബാങ്ക് ആവാം, അല്ലെങ്കിൽ ATM കൗണ്ടറിലാവാം, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എമർജൻസി സിറ്റുവേഷൻസ്. Activity 6. Read the following sentences carefully. Dilna and her brother were playing in the backyard. She ran to the door and opened it. എന്താ പറഞ്ഞിരിക്കുന്നത്? ദിൽനയും ദിൽനയുടെ ബ്രദറും ബാക്ക്യാർഡിൽ കളിക്കുകയായിരുന്നു. അവള് ഡോറിന്റെ അടുത്തോട്ട് ഓടിപ്പോയി എന്നിട്ട് തുറന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ. അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാ? ദിൽന, ബാക്ക്യാർഡ്, ഡോർ, ഇതൊക്കെയാണ് അല്ലെ. ദേ ആർ നെയിമിംഗ് വേർഡ്സ്. ഇതിനൊക്കെ എന്താണ് പറയുക? നെയിമിംഗ് വേർഡ്സ് എന്നാണ് പറയുക കേട്ടോ. നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാല് നെയിം ഓഫ് പീപ്പിൾ ആവാം, പ്ലേസസ് ആവാം, അനിമൽസ് ആവാം, തിങ്സ് ആവാം കേട്ടോ. അതാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, animals and things. Find out more naming words from the story and write them here എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ നെയിമിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ആളുകളുടെ പേരാവാം, സ്ഥലങ്ങളുടെ പേരാവാം, അനിമൽസ് ആവാം, സാധനങ്ങളാവാം അല്ലെ. അപ്പൊ ഏതൊക്കെയാ വരിക? ഇവിടെ കുറച്ച് നെയിമിംഗ് വേർഡ്സ് പറയുന്നുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടെത്താൻ നോക്കുക കേട്ടോ. ഐസക്, ഹൗസ്, സ്കൈ, പ്ലേറ്റ്, കുക്കീസ്, ലിവിംഗ് റൂം, ഫ്ലോർ, മദർ, ഗ്രാൻഡ് മദർ, ലേഡി, ഫാദർ,
ഫയർ എഞ്ചിൻ, ഫയർമെൻ, ഡോറ്, ഫോണ്, വാട്ടർ, അവാർഡ്, ഫയർ സ്റ്റേഷൻ. ബാക്കി നെയിമിംഗ് വേർഡ്സ് ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. Activity 7. Look at the following pictures and fill in the blanks with suitable action words. താഴെയുള്ള ചിത്രങ്ങൾ നോക്കിയിട്ട് ഉചിതമായ ക്രിയാപദങ്ങൾ ചേർത്തിട്ട് സെന്റൻസ് പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ, എന്താ ആക്ഷൻ അവിടെ ചെയ്യുന്നത്? സ്കിപ്പിംഗ് ആണ് അല്ലെ. ദിൽന ഈസ് എന്ന് തന്നിട്ടുണ്ട്. ദിൽന ഈസ് സ്കിപ്പിംഗ്. അടുത്തത് എന്താണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്? മരം കയറുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ്? ഐസക് ഈ ഡാഷ് ദ ട്രീ എന്നാണ് അല്ലെ. ഐസക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. നെക്സ്റ്റ് നോക്കൂ പിക്ചർ. ദിൽന ഈസ് ഡാഷ് ദ ബുക്ക്. എന്താ ചെയ്യുന്നത്? റീഡിംഗ് ആണ്, വായിക്കുകയാണല്ലോ. അപ്പൊ ദിൽന ഈസ് റീഡിംഗ് ദ ബുക്ക്. ദെൻ ദേ ആർ ഡാഷ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? ആക്ഷൻ എന്താണ് അവിടെ ചെയ്യുന്നത്? ഓടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ദേ ആർ ഡാഷ് ദ ടി വി. അപ്പൊ എന്താണ്? വാച്ചിങ് ആണ് അല്ലെ. വാച്ചിങ് ദ ടി വി. ലാസ്റ്റ് വൺ, ദേ ആർ ഡാഷ് വിത്ത് ഫ്രണ്ട്സ്. അപ്പൊ എന്താണ്? കളിക്കുകയാണ് അല്ലെ. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. Activity 8. The following events from the story Little Hands Big Courage are jumbled. Arrange the events in the correct order. എന്താണ് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് അല്ല സ്റ്റോറിയിലെ ചില സന്ദർഭങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ട്. സ്റ്റോറിയിലെ എല്ലാ ഇവന്റ്സും ശരിയായ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ദിൽന rushed to her mother and shook her gently. 2 firemen rushed into the house. She ran to the phone and dialed 101. The mother smiled at the firemen and thanked them. Dilna and her little brother were playing in the backyard. They spotted a plate of cookies on the table. Dilna was invited to the fire station to receive an award. അപ്പോൾ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഏത് ഇവന്റ് ആണ്? Dilna and her little brother were playing in the backyard. Then second, they spotted a plate of cookies on the table. Then Dilna rushed to her mother and shook her gently. She ran to the phone and dialed 101. 2 firemen rushed into the house. The mother smiled at the firemen and thanked them. Dilna was invited to the fire station to receive an award. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.